പൂക്കേതപ്പുഴ ഭിത്തികെട്ടി സംരക്ഷിക്കുന്നതിന് പ്രാഥമിക എസ്റ്റിമേറ്റ് തയ്യാറായി. 1,43,00,000 രൂപയുടെ പ്രാഥമിക എസ്റ്റിമേറ്റാണ് ഇറിഗേഷൻ വിഭാഗം തയ്യാറാക്കിയത്. പൊന്നാനി കടവനാട് പ്രദേശത്തെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്ന കടവനാട് പൂക്കേതപ്പുഴയുടെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാഥമിക എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയത്. തീരസംരക്ഷണത്തിനായി നീക്കിവെച്ച തുക വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക. 5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജലസേചന വകുപ്പ് പദ്ധതി നടപ്പാക്കും. എന്നാൽ പുഴയിലേക്ക് 7 മീറ്ററോളം ഇറക്കി ഭിത്തി നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് പ്രപ്പോസലിൽ മാറ്റം വരുത്താൻ തീരുമാനമുണ്ട്. പുതിയ ഭിത്തി നിർമ്മിക്കുന്നതിനൊപ്പം പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പാതയും ബെഞ്ചുകളും തെരുവ് വിളക്കുകളും ഒരുക്കി പൂക്കേതം പാർക്ക് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. സൈറ്റ് വിസിറ്റ് ചെയ്തപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത് ഇപ്പോഴുള്ള നിലവിലുള്ള കര പുഴ നല്ലവണ്ണം കവർന്നെടുത്തിട്ടുണ്ട്. ആ പഴയ ബൗണ്ടറി വെച്ച് തന്നെ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. യാത്രക്കാർക്കും നാട്ടുകാർക്കും വളരെ ഗുണകരമാകുന്ന രീതിയിലാണ് നാട്ടുകാർ പറയുന്നത്. കൂടാതെ പുതിയ പാലവും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ഏറ്റവും അടിയന്തരമായി തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതായിരിക്കും. 4.5 പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച 450 മീറ്റർ നീളമുള്ള പുഴഭിത്തി നിലവിൽ പൂർണ്ണമായും തകർന്നു. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രപ്പോസൽ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. മുമ്പ് ഈഴവത്തുരുത്തി പാക്കേജിന്റെ ഭാഗമായി 1.5 കോടി രൂപ പുഴഭിത്തി നിർമ്മിക്കാൻ നീക്കിവെച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പ്രാവർത്തികമായില്ല. പൂക്കേതപ്പുഴയ്ക്ക് കുറുകെ പാലം കൂടി യാഥാർത്ഥ്യമായാൽ വലിയ വികസനമാണ് പ്രദേശത്തുണ്ടാവുക. NCV ന്യൂസ്, പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ്, ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.